ഞാൻ യു ഡി എഫിന് 42.5 മുതൽ 43% വരെയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അവർക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ കിട്ടിയത് 46% 3.5% കൂടിയിട്ടുണ്ട്. എൽ ഡി എഫിന് ഞാൻ 37 മുതൽ 38% വരെയാണ് പറഞ്ഞത്. അതിപ്പോൾ 37.64 വന്നിട്ട് അത് കറക്റ്റാണ്. ബി ജെ പിക്ക് 16 മുതൽ 17 വരെ ശതമാനമാണ് പറഞ്ഞിരുന്നത്. അതിപ്പം 14.58 ആണ്. ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലാണ്. 2% കൂടുതലാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒരു 1.5% കൂടിയിട്ട് കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതിൽ 1.5% കുറവ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാൾ 2% കൂടിയിട്ടുണ്ട്. 2% വോട്ട് കൂടിയിട്ടുണ്ട്. വോട്ട് വീതമേ വോട്ട് ശതമാനം കൂടിയിട്ടുണ്ട്. പിന്നെ ബി ജെ പിക്ക് 2ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, മലമ്പുഴ, തിരുവല്ല, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ്. ജയിച്ചത് 3 സീറ്റ്. അതുകൂടാതെ 9 സ്ഥലങ്ങളിൽ രണ്ടാമത് വന്നിട്ടുണ്ട്. ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതിൽ ഈ മഞ്ചേശ്വരവും കാസർഗോഡ് ഒഴിച്ചുള്ളതൊക്കെ ഇവരൊന്ന് നന്നായിട്ട് പിടിച്ചാൽ അടുത്ത തവണ ജയിക്കാം. മഞ്ചേശ്വരം, കാസർഗോഡ് ഈ ന്യൂനപക്ഷങ്ങൾ മുസ്ലിം ലീഗിന്റെ കോട്ടയായി മാറി. കേരളത്തിന്റെ അതിർത്തിയും കർണാടകയോട് മംഗലാപുരത്തോട് ചേർന്ന് കിടക്കുന്ന പാട് തന്നെയാണ്. പിന്നെ ബി ജെ പിക്ക് 40,000 കൂടുതൽ വോട്ട് കിട്ടിയ ഒരു ഇത് കൂടാതെ 3-4 മണ്ഡലങ്ങളൂടെ. ഒന്ന് മേജർ രവിക്ക് ഒറ്റപ്പാലത്ത് 42,476 നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ 6 കൂടാതെ അത്തരത്തിൽ 20ഓളം മണ്ഡലമുണ്ടല്ലോ. എല്ലാം കൂടെ ചേർത്ത് ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ച് 20 6, 3, 9, 15 സ്ഥലത്തോളം വരും.